ദർശന പുത്തൻകോട്ട് ഹിയർ. നമ്മൾ റിസർച്ചിൻ്റെ അപ്രോച്ചുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ട് 7 ആണിത്. 6th പാർട്ട് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദിസ് ഈസ് ദ 7th പാർട്ട്. നമ്മൾ റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്, സ്ട്രക്ചേർഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റിസർച്ചിൻ്റെ രണ്ടാമത്തെ ഒരു അപ്രോച്ചാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ്? നമ്മൾ ക്വാളിറ്റേറ്റീവ് മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ. ഡേറ്റ വേർഡ്സിൻ്റെ രൂപത്തിലാണെങ്കിൽ നമ്മളത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചാണ്. ഇപ്പോൾ നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക് ഒരു ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഒരാളുടെ സ്വഭാവത്തിനെയൊക്കെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക, അങ്ങനെ ഒരു ടോപ്പിക്ക് എന്താണെന്ന് നമ്മൾ എടുക്കില്ല. എന്നാൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഒരാളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ ഒരിക്കലും നമ്പറിൻ്റെ രൂപത്തിലായിരിക്കില്ല അല്ലേ. ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയാണ് അല്ലേ. അതായത് നോട്ട് ഇൻ നമ്പേഴ്സ് ബട്ട് ഇൻ വേർഡ്സ് ആയിരിക്കും നമ്മുടെ ഡേറ്റ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസർച്ചിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്. അതായത് ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബിഹേവിയറൽ സയൻസ്. നമ്മൾ ബിഹേവിയറൽ സയൻസിലൊക്കെയാണ് നമ്മൾ ഒരാളുടെ സ്വഭാവത്തിനെയൊക്കെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ട്രൈബൽസിൻ്റെ ബിഹേവിയറിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠനം നടത്തുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഉറപ്പായിട്ട് എന്ത് തരം അപ്രോച്ച് ആയിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ ഡേറ്റ എപ്പോഴും വേർഡ്സിൻ്റെ രൂപത്തിലായിരിക്കും അങ്ങനെയുള്ള റിസർച്ചിൽ കിട്ടുക. ഇനി ഡേറ്റ ഇൻ ദ ഫോം ഓഫ് വേർഡ്സ്, അതാണ് അടുത്ത പോയിന്റ്. പിന്നെ സിമിലർ ടു ഇൻഡക്റ്റീവ്, നേരത്തെ ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. DGP അല്ലേ. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്കാണ്. ഇനി ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ ഒരു പെർട്ടിക്കുലറിൽ നിന്ന് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മളിപ്പോൾ ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രൈബൽ വിഭാഗത്തിലെ ഒരു 10-20 പേരുടെ സാമ്പിളായിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അവരെ പറ്റി പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ദെർഫോർ ഈ ട്രൈബ് ഇങ്ങനെയാണ് എന്നുള്ളത് പറയും അല്ലേ. അപ്പോൾ പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്കാണല്ലോ നമ്മുടെ ഒരു റിസർച്ച് പോകുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എപ്പോഴും ഇൻഡക്റ്റീവ് ആയിരിക്കും, പെർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, മറ്റേത് ഈ ഡിഡക്റ്റീവ് എന്താണ്, ജനറൽ ടു പെർട്ടിക്കുലർ. DGP എന്ന് പറഞ്ഞ കോഡ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് വെൻ എ സബ്ജക്റ്റ് നീഡ്സ് ടു ബി സ്റ്റഡീഡ് ഇൻ ഡെപ്ത്. ഒരു സബ്ജക്റ്റിന് നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് അതിന് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ ഒരിക്കലും ഇൻഡെപ്ത് പഠനം നടക്കില്ല. അപ്പോൾ നമുക്കൊരു കാര്യത്തിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സും അപ്രോച്ചസും ആണ് ക്വാളിറ്റേറ്റീവിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഇൻഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? 1-to-1 ഇൻ്റർവ്യൂ ആണ്. അതായത് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ 1-to-1 ഇൻ്റർവ്യൂ, അതായത് ഒരു സമയത്ത് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻഡെപ്ത് ഇൻ്റർവ്യൂ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ്, അതായത് നമ്മൾ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് സ്വീകരിക്കാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അഡ്വൈസ് ഫ്രം ദി എക്സ്പേർട്ടിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അഡ്വൈസ് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ നരേറ്റീവ് റിസർച്ച്, നമ്മൾ എപ്പോഴും നരേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അത് ക്വാളിറ്റേറ്റീവ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം നരേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് കാണുക. ഇപ്പം ഞാനൊരു കഥയെ ഞാൻ നരേറ്റ് ചെയ്യുവാണ്. സോ ഇറ്റ് വിൽ ബി ഇൻ മൈ പെർസ്പെക്റ്റീവ്. ഇപ്പം ഞാനൊരു സയൻറ്റിഫിക് ട്രൂത്ത് പറയുമ്പോൾ അത് നരേഷനല്ല, ഞാനത് എന്ത് ചെയ്യുവാണ്, അത് ഞാൻ നരേറ്റ് ചെയ്യുമല്ല. കഥ എന്താണ്, ഞാൻ നരേറ്റ് ചെയ്യുവാണ്. അപ്പം നരേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ അതിനെ നരേറ്റ് ചെയ്യുന്നത്. സോ നരേറ്റീവ് അല്ലെങ്കിൽ നരേറ്റീവ് റിസർച്ച് എന്നൊക്കെ പറയുന്നത് എന്ത് തരം റിസർച്ചാണ്? ക്വാളിറ്റേറ്റീവാണ്. സ്റ്റോറി ഫോമിലായിരിക്കും അത് വരുന്നത് അല്ലേ, നരേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫിനോമിനോളജി. ഒരു ഫിനോമിനയെ പറ്റിയിട്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ ഓർ മോർ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എ ഫിനോമിന. ഒരു ഫിനോമിനയെ ഓരോരുത്തരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതൊക്കെ പഠിക്കുന്നതാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഇതും എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും അല്ലേ. ഇപ്പം ഞാൻ എങ്ങനെയാണ് ആ ഒരു പ്രതിഭാസത്തിനെ നോക്കിക്കാണുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതിന് നോക്കിക്കാണുന്നത്, ഇറ്റ് ഡിഫേഴ്സ് അല്ലേ. അപ്പോൾ അവിടെയും എന്ത് തന്നെയാണ്, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നെയാണ്. ഇനി എത്നോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്, എത്നിസിറ്റിയെ പറ്റി പഠിക്കുകയാണ്. ഞാൻ നേരത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എത്നോഗ്രഫി അല്ലെങ്കിൽ എത്നിസിറ്റിയെ പറ്റിയിട്ടൊക്കെയുള്ള പഠനം ഉറപ്പായിട്ടും എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നെയായിരിക്കും.
പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോഴും എന്താണ്, ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആ 1-2 ആളുകളെ ബേസ് ചെയ്തിട്ട്, ഇപ്പം കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാൻസറിനെ പറ്റിയൊരു പഠനം നടത്തുവാണെങ്കിൽ ക്യാൻസർ വന്ന ആളുകളെ വെച്ചിട്ട് നമ്മൾ പഠനം നടത്തുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും. കാരണം അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. ഓക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പഠനമല്ല അത്. സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനമല്ല ഇൻ ദ സെൻസ് അത് ആ അസുഖം വന്ന ആളുകളുടെ പേഴ്സ്പെക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി റിസർച്ച്. ഇനി കോണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത് വേർഡ്സിനെ പഠിക്കുന്നതാണ്. അതായത് കോണ്ടൻറ്റിനെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതായത് അതിനകത്ത് നമ്പറുകളെയല്ല, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് അവിടെ എന്താ നമ്മൾ പഠിക്കുന്നത്, വേർഡ്സിനെയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കോണ്ടൻറ്റ് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെ, ഞാൻ ആ പറഞ്ഞ വേർഡ്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത് എന്താണ്, ജനറേറ്റ് ആൻഡ് ഡെവലപ്പ് എ തിയറി ഫ്രം ഡേറ്റ ദാറ്റ് ദ റിസർച്ചർ കളക്ട്സ് ഓൺ ഹിസ് ഓൺ. അതായത് ഒരു റിസർച്ചർ അയാൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ നിന്ന് അയാൾ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് ഗ്രൗണ്ടഡ് തിയറി എന്നാണ് പറയുക. ഗ്രൗണ്ടഡ് തിയറിയും എവിടെ തന്നെയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക, ക്വാളിറ്റേറ്റീവിൽ തന്നെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുക. അതായത് ഞാൻ കണ്ടുപിടിച്ച ഡേറ്റയിൽ നിന്ന് ഞാൻ തന്നെ ഒരു തിയറിയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് ഗ്രൗണ്ടഡ് തിയറിയാണ്. അത്തരത്തിലുള്ളതും എന്ത് തന്നെയാണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് പറഞ്ഞു. നൗ വി ഹാവ് ഡിഡക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിഡക്റ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓൾറെഡി. ഡിഡക്റ്റീവ് അപ്രോച്ച് എവിടെ വരുന്നതാണ്, ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് അല്ലേ, DGP, ജനറൽ ടു പെർട്ടിക്കുലർ. ഇൻഡക്റ്റീവ് എവിടെ വരുന്നതാണ്, ഇൻഡക്റ്റീവ് ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ്. ഇനി പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട് റിസർച്ചിന്. അതെന്താണെന്ന് നോക്കാം. റിസർച്ച് ബേസ്ഡ് ഓൺ എംപിരിക്കൽ എവിഡൻസസ്. അതായത് വ്യക്തമായ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റിസർച്ച് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പറയുക. അപ്പോൾ വ്യക്തമായ തെളിവുകളെന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ. തെളിവെന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെ അല്ലേ മറ്റുള്ളവരുടെ എന്നില്ല, തെളിവ് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റിവിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ഒബ്ജക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏജ് ഓഫ് സയൻസ് അല്ലേ. ഇത് സയൻറ്റിഫിക് ആയിരിക്കും, കാരണം എവിഡൻസിനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, സയൻറ്റിഫിക് ബേസിലായിരിക്കും. പിന്നെ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും, അതും കൂടെ ഓർക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ കൂടെ എന്തും കൂടെ വരും, സ്ട്രക്ചേർഡ് എന്നും വരും, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് എന്നുള്ളതും ഡിഡക്റ്റീവ് എന്നുള്ളതും വരും. അതും കൂടെ ഒന്ന് ചേർത്ത് മനസ്സിലാക്കുക. ഓക്കെ, നോ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിൽ ഇംപ്രൂവ്മെൻറ്റിന് സ്കോപ്പൊന്നുമില്ല. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു പ്രത്യേക കാര്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ഒന്നല്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ ചില കേസിൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ ഡിവൈസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അത് നമ്മുടെ ഒരു പ്രത്യേക കാര്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയും. പക്ഷേ ഇവിടെ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിൽ ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ഒന്നല്ല അത് എന്ന് മനസ്സിലാക്കുക. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് റിസർച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ്പോസ്ഡ് ഫാക്ടോ എക്സ്പെരിമെൻ്റലൊക്കെ പോസിറ്റിവിസ്റ്റിക് റിസർച്ച് ആണെന്ന് ഓർക്കുക. അതിനകത്ത് എക്സ്പെരിമെൻ്റൽ എന്താണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തായിരിക്കും, തെളിവുകളെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും, പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് തന്നെയായിരിക്കും. ഇനി എക്സ്പോസ്ഡ് ഫാക്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സംഭവിച്ചിട്ട് അതിനുശേഷം നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് ആണ്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, അപ്പോൾ നമ്മൾ ആ ഭൂമി കുലുക്കത്തിനെ പറ്റി റിസർച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, അത് പോസിറ്റിവിസ്റ്റിക് റിസർച്ച് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തെളിവുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അതിനെ പഠിക്കുക. അപ്പോൾ ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് എന്നാണ് പറയുക. അപ്പോൾ എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഇതൊക്കെ എന്ത് തരം അപ്രോച്ചാണ്, പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത സ്ലൈഡുകളിലായിട്ട് പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്. റിസർച്ചിൻ്റെ മറ്റൊരു അപ്രോച്ചാണ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിന് നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, സബ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ക്രിട്ടിക്കൽ റിയാലിറ്റി. അതായത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്, അനലൈസ് ചെയ്യുകയാണ്. മറ്റേത് എന്താണ്, ബേസ്ഡ് ഓൺ എവിഡൻസ് ആണെങ്കിൽ ഇവിടെ ഇത് ക്രിട്ടിക്കൽ റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. മറ്റേത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നല്ലേ പോസിറ്റിവിസ്റ്റിക്, ഇവിടെ എന്തായിരിക്കും, അത് ക്വാളിറ്റേറ്റീവ് ആണ്, ഇംപ്രൂവ്മെൻറ്റിൻ്റെ സ്കോപ്പ് ഉണ്ട്. ഓക്കെ,
അൺസ്ട്രക്ചേർഡ് ആണ്, നോൺ പ്രോബബിലിറ്റി അല്ലേ, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഫ്ലെക്സിബിൾ ആണ്, ഇൻഡക്റ്റീവ് ആണ് അല്ലേ. പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന റിസർച്ച് അപ്രോച്ച് എന്താണ്, ഫ്ലെക്സിബിൾ ആണ് അല്ലേ, കാരണം അത് സയൻറ്റിഫിക് ഇതിനൊന്നും ബേസ് ചെയ്തിട്ടല്ല, അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഫെനമിനോളജിക്കൽ റിസർച്ച്, എത്നോഗ്രഫിക് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഇതൊക്കെ എന്താണ്, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. ഫിനോമിനോളജി എന്ന് പറയുമ്പോൾ ഒരു ഫിനോമിനെ ഓരോരുത്തരും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അല്ലേ, അത് സബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അത്, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് ആയിരിക്കും. എത്നോഗ്രഫി, എത്നിസിറ്റിയെ കുറിച്ച് പഠിക്കുവാണ്, അത് എന്ത് തന്നെയായിരിക്കും, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ്. അതാണ് അവിടെ എന്ത് പറഞ്ഞത്, ബേസ്ഡ് ഓൺ ഇംപ്രൂവ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം. അത് അവിടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്കോപ്പ് ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഞാനൊരു ആക്ഷൻ റിസർച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാനൊരു പ്രത്യേക ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനൊരു റിസർച്ച് ചെയ്യുവാണെങ്കിൽ ആ റിസർച്ചിനെ ഞാൻ ആക്ഷൻ റിസർച്ച് എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനാണ് ഞാനൊരു റിസർച്ച് നടത്തുന്നത്. അതായത് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം, അപ്പോൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ റിസർച്ചിനെ ബേസിക് ആയിട്ട് കുറച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റിസർച്ചും പറയും. ഓക്കെ, എൻക്വയറി മോഡ് അനുസരിച്ച് റിസർച്ചിനെ നമുക്ക് സ്ട്രക്ചേർഡ് എന്നും അൺസ്ട്രക്ചേർഡ് എന്നും വിളിക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ അതിനെ എൻക്വയറി ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് റിസർച്ചിനെ സ്ട്രക്ചേർഡ് എന്നും അൺസ്ട്രക്ചേർഡ് എന്നും വിളിക്കാം. സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും നമ്മൾ കണ്ടതാണ് അല്ലേ. പിന്നെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എയിം അനുസരിച്ച് റിസർച്ചിനെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എന്നും കോറിലേഷണൽ എന്നും എക്സ്പ്ലനേറ്ററി എന്നും എക്സ്പ്ലോറേറ്ററി എന്നും എക്സ്പെരിമെൻ്റൽ എന്നും വിളിക്കാം. ഔട്ട്കം അനുസരിച്ച് റിസർച്ചിനെ നമുക്ക് ഫണ്ടമെൻ്റൽ എന്നും അപ്ലൈഡ് എന്നും വിളിക്കാം. പ്രോസസ്സ് അനുസരിച്ച് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് റിസർച്ചിനെ കോൺസെപ്ച്വൽ എന്നും എംപിരിക്കൽ എന്നും വിളിക്കാം. ലോജിക് അനുസരിച്ച് നമുക്ക് റിസർച്ചിനെ ഡിഡക്റ്റീവ് എന്നും ഇൻഡക്റ്റീവ് എന്നും വിളിക്കാം. ഇത്രയും ടൈപ്സ് ഓഫ് റിസർച്ചാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് ഓരോ റിസർച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് അഥവാ ഫണ്ടമെൻ്റൽ അഥവാ പ്യുവർ റിസർച്ച്. എന്താണ് ഈ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്? നമ്മളൊരു ഒരു ഒരു ട്രൂത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലോ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ ഒരു റിസർച്ച് നടത്തി എന്ന് വിചാരിക്കുക. ന്യൂട്ടൺ ഒരു റിസർച്ചിലൂടെയാണ് ഈ പറയുന്ന ലോ ഒക്കെ കണ്ടുപിടിച്ചതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ നടത്തുന്ന ആ റിസർച്ചിനെ നമുക്ക് എന്ത് പറയാം? ബേസിക് അഥവാ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയാം. അതായത് ന്യൂട്ടൺ ശരിക്കും ഒരു റിസർച്ച് നടത്തിയിട്ടൊന്നല്ല അത് കണ്ടുപിടിച്ച് തന്നാലും ഇപ്പം നമുക്ക് ഫോർ ടൈം ബീയിങ് നമുക്ക് എന്ത് പറയാം, ഈ ലോകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിനെ നമുക്ക് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് എന്ന് പറയാം. ഇതെപ്പോഴും തിയററ്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും. ഇതിന് പ്രൂഫ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇപ്പം നമ്മളൊരു ലോ പറയുന്ന സമയത്ത് അതിന് പ്രൂഫോ ആപ്ലിക്കേഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ലോയിലേക്ക് എത്തുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. ഇനി ഇറ്റ് ഡീൽസ് വിത്ത് ജനറലൈസേഷൻ. ഇപ്പോൾ ഒരു ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ജനറലൈസേഷൻ അല്ലേ. ഇപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുകയാണെങ്കിൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എവറി ആക്ഷൻ അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ലോ അല്ലേ. അപ്പോൾ എപ്പോഴും ബേസിക് റിസർച്ച് എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ ബേസിക് റിസർച്ചിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്? ടു ആഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജ്. അതായത് നമ്മുടെ അറിവിൻ്റെ ആ ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ പുതിയതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂട്ടൺ പുതിയ 3 ലോ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിലേക്ക് നമ്മൾ ഈ 3 ലോയിനെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അറിവ് കൂട്ടുക എന്നുള്ളതാണ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള റിസർച്ച് വാട്ട്, വെൻ, ഹൗ, വൈ എന്നീ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്ന തരത്തിലുള്ള റിസർച്ച് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ അപ്ലൈഡ് റിസർച്ച്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു ലോ വേണം. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എന്ത്? ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ലോ വേണം. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ ഫൗണ്ടേഷൻ കൂടിയാണ് എന്ത്? ബേസിക് അഥവാ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി
അപ്ലൈഡ് ഓർ ഫീൽഡ് റിസർച്ച്, അതായത് നമ്മൾ ഈ നേരത്തെ കണ്ടുപിടിച്ച ലോ ഉണ്ടല്ലോ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് സ്പെസിഫിക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഫേസ്ഡ് ബൈ ദി സൊസൈറ്റി, അതായത് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു ലോ ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു ബേസിക് റിസർച്ചിലൂടെ നമ്മൾ കണ്ടുപിടിച്ച ഒരു ലോ ഉപയോഗിച്ചിട്ട് സൊസൈറ്റിയിൽ ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യുന്നു? പരിഹരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പോളിസി ഫോർമുലേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫിനോമിന, ഇതിനൊക്കെ നമുക്ക് അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ ലാർജർ സാമ്പിൾ. അതായത് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി വലിയ സാമ്പിളിലായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവലാണത്. ഓക്കെ, അതിനൊരു ജനറൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ജനറൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്ഷൻ റിസർച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. അതായത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ്. ഇനിയിപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അസുഖം അത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യയിലും മൊത്തത്തിൽ കാണപ്പെടുന്ന ഒരു അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അപ്ലൈഡ് റിസർച്ച് ആയിരിക്കും. ഇനി ചില പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരാണ്, ആ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു റിസർച്ച് ചെയ്യുവാണെങ്കിൽ അത് ആക്ഷൻ റിസർച്ചാണ്. ഇനി ആ സ്കൂളിൽ മൊത്തത്തിൽ ഉള്ള ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണെങ്കിൽ അതെന്തായിരിക്കും? അപ്ലൈഡ് ആയിരിക്കും. അപ്പോൾ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ജനറൽ ആപ്ലിക്കബിലിറ്റി ആണെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആപ്ലിക്കബിലിറ്റി ആണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അപ്പോൾ ആക്ഷൻ റിസർച്ച് നോക്കാം. ആക്ഷൻ റിസർച്ചിൻ്റെ മെയിൻ ഗോൾ എന്ത് തന്നെയാണ്? ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. എഡ്യൂക്കേഷണൽ സെക്ടറിലാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ്. നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ആക്ഷൻ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്ത് നോക്കും, ഇത് ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് നോക്കും, ഓക്കെ ഇത് ശരിയാവുന്നില്ല, പിന്നെയും ചെയ്ത് നോക്കും, അത് ശരിയായി, ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് ആണ് നമ്മൾ ആക്ഷൻ റിസർച്ചിൽ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അപ്ലൈഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആവണം എന്നില്ല. ഓക്കെ, ആക്ഷൻ എന്ന് പറയുന്നതോ ഇമ്മീഡിയറ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വിക്സ് ആക്ഷൻ 500 എന്തിനാണ്? തലവേദനയൊക്കെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിനുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ്. അപ്ലൈഡോ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ തന്നെയാണ്, പക്ഷേ ഇമ്മീഡിയറ്റ് ആവണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുമല്ല, അതൊരു ജനറൽ സൊല്യൂഷനാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് 1940s. അത് കോയിൻ ചെയ്തത് കേർട്ട് ലെവിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഇനി ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ആക്ഷൻ റിസർച്ച് 4 സ്റ്റെപ്പിലൂടെയാണ് പോകുന്നത്. ആദ്യം പ്ലാൻ ചെയ്യും, പിന്നെ ആക്ട് ചെയ്യും, പിന്നെ ഒബ്സർവ് ചെയ്യും, പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് എന്നുള്ള താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓർക്കുക, ആക്ഷൻ റിസർച്ചിൽ 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹരിക്കണം എന്നുള്ള പ്ലാൻ ചെയ്യും, പിന്നെ നമ്മളത് ആക്ട് ചെയ്യും, പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും, ഓക്കെ ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ, എന്നിട്ട് പിന്നെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കും അല്ലേ? ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കും. പരിഹരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? റീപ്ലാൻ ചെയ്യും, പിന്നെയും ആക്ട് ചെയ്യും, പിന്നെയും ഒബ്സർവ് ചെയ്യും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ആക്ഷൻ റിസർച്ചിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും, ആക്ട് ചെയ്യും, പിന്നെ അത് ഒബ്സർവ് ചെയ്യും, പിന്നെ നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യും അല്ലേ? റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കും, ഓക്കെ അതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്ലിക് ഇൻ നേച്ചർ എന്നും പറയാം. അപ്പോൾ ഏത് റിസർച്ചാണ് സൈക്ലിക് ഇൻ നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ആക്ഷൻ റിസർച്ച് ആയിരിക്കും. ഓക്കെ, ഇൻ്റർവെൻഷൻ ബേസ്ഡ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഫോക്കസ്ഡ്, അതായത് ഇത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിസർച്ച് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇറ്റ് എയിംസ് അറ്റ് സോൾവിങ് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ്, നേരത്തെ പറഞ്ഞതാണിത്. പിന്നെ ഇതിന് ലോക്കൽ ആപ്ലിക്കബിലിറ്റി ആണ്. അപ്പോൾ ഏതിനാണ് ജനറൽ ആപ്ലിക്കബിലിറ്റി? അപ്ലൈഡ് റിസർച്ചിന് ജനറൽ ആപ്ലിക്കബിലിറ്റി ആണെങ്കിൽ ആക്ഷൻ റിസർച്ചിന് എന്താണ്? ലോക്കൽ ആപ്ലിക്കബിലിറ്റി ആണ്. ഇത് ചെറിയൊരു ലൊക്കാലിറ്റിയിൽ മാത്രമായിരിക്കും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്ലൈഡ് റിസർച്ചോ നമുക്ക് ഒരു ജനറൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിസർച്ച്.
നാലാമത്തെ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണെന്ന്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ജസ്റ്റ് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അവൈലബിൾ ഇൻഫർമേഷൻ എന്ന്. അതായത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റേനെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, അനലൈസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു റിസർച്ചിൽ നമുക്ക് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്യാം. കാരണം ഡേറ്റ ആവശ്യമില്ല, ഓൾറെഡി ഡേറ്റ അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റേനെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, അനലൈസ് മാത്രം ചെയ്താൽ മതി എന്നോർക്കുക. ഓക്കെ, ഇറ്റ് മേക്സ് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി മെറ്റീരിയൽ. ഇതെന്താ ശരിക്കും ചെയ്യണത്, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക മാത്രമാണ് ഈ ഒരു റിസർച്ച് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ ഇൻഡെപ്ത് സ്റ്റഡി അല്ലേ. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡി ആവശ്യമായിട്ടുള്ള ഒരു റിസർച്ച് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കോൺസെപ്ച്വൽ. കോൺസെപ്ച്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൺസെപ്റ്റ് ഓൺലി തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റിനെ പറ്റി മാത്രം പഠിക്കുക, അതിൻ്റെ പ്രാക്ടിക്കൽ എക്സിസ്റ്റൻസ് നമ്മൾ പഠിക്കുന്നേ ഇല്ല. ആ കോൺസെപ്റ്റ് മാത്രം പഠിക്കുന്നു, അതിന് ഒരു പ്രാക്ടിക്കാലിറ്റിയെ പറ്റി നമ്മൾ പഠനം നടത്തുന്നില്ലെങ്കിൽ അത് എന്ത് തരം റിസർച്ച് ആയിരിക്കും, കോൺസെപ്ച്വൽ റിസർച്ച്. ഓക്കെ, അപ്പോൾ ചില റിസർച്ച് നമുക്ക് കോൺസെപ്ച്വൽ റിസർച്ച് മാത്രം മതി, അതിനൊരു ആപ്ലിക്കബിലിറ്റി ഒന്നും ഇല്ലാത്ത ചില റിസർച്ചുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് മാത്രം പഠിക്കാനാണെങ്കിൽ കോൺസെപ്ച്വൽ റിസർച്ച് നടത്താം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനെയും ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ട് നടത്തുന്ന റിസർച്ചാണ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതെന്ത് റിസർച്ച് ആയിരിക്കും, എംപിരിസിസം. ഇത് പോസിറ്റിവിസ്റ്റിക് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡയഗ്നോസ്റ്റിക് ഓർ ക്ലിനിക്കൽ റിസർച്ച്. ഡയഗ്നോസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ, ഡയഗ്നോസ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ടെത്തുകയാണ്. അപ്പോൾ ഇറ്റ് ഡിസ്കവർ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുകയാണ് അല്ലേ. അപ്പോൾ ഫൈൻഡ് റീസൺ ഫോർ എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഇത് തന്നെയല്ലേ നമ്മൾ ഒരു മെഡിക്കൽ റിസർച്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഈ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് കൂടുതലും മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന റിസർച്ചുകളാണ്. ഇറ്റ് ഫോളോസ് കേസ് സ്റ്റഡി മെത്തേഡ് ഓർ ഇൻഡെപ്ത് അപ്രോച്ചസ് ടു റീച്ച് ദി ബേസിക് കോസൽ റിലേഷൻ. ചിലപ്പോൾ ഇൻഡെപ്ത് സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ, ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പം ഒരു അസുഖം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ആ അസുഖമുള്ള 5-6 ആളുകളെ പഠനം നടത്തും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോ റിലേഷണൽ റിസർച്ച്. കോ റിലേഷണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, കോ റിലേഷണൽ. ഇറ്റ് എക്സ്പ്ലോർ വെദർ ദർ ഈസ് എനി റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ two variables or characteristics and to ascertain the degrees of relationship. അതായത് ഇപ്പോൾ 2 വേരിയബിൾ, ഇപ്പോൾ ഞാൻ പറയാണ് സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് പഠനമെങ്കിൽ അതെന്തായിരിക്കും, കോറിലേഷണൽ റിസർച്ച്. അതായത് സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കുക ആണെങ്കിൽ അതെന്തായിരിക്കും, കോറിലേഷണൽ റിസർച്ച് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഫിനോമിനോളജിക്കൽ റിസർച്ച്. ഒരു ഫിനോമിനയെ പറ്റിയിട്ട് ഓരോരുത്തരും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്ന് പഠിക്കുന്നതാണ് ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിമൻ എക്സ്പീരിയൻസസ് ഇൻ മെറ്റേണിറ്റി വാർഡ്. അതായത് മെറ്റേണിറ്റി വാർഡിൽ സ്ത്രീകളുടെ അനുഭവം എങ്ങനെയാണെന്ന് അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ത്രീക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും അതിനകത്ത് പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ റേസിസം ഇൻ ദ വർക്ക് പ്ലേസ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് ഫീൽ ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ നേരിട്ട റേസിസം ആയിരിക്കില്ല നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ നേരിട്ടത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പീപ്പിൾ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫിനോമിനോളജിക്കൽ റിസർച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നത്തിനെ ഓരോരുത്തരും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല. ഇപ്പോൾ റേസിസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യമായിരിക്കില്ല നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഓരോരുത്തർക്കും അത് ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിനയെ പറ്റി ഓരോരോ കാഴ്ചപ്പാടും ഓരോരോ അഭിപ്രായങ്ങളും ആയിരിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് ഫിനോമിനോളജിക്കൽ റിസർച്ച് ബേസിക്കലി. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഓർ ഫോർമലൈസ്ഡ് റിസർച്ച്. അതായത്
എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ പറയാറില്ലേ, ഞാൻ ആ കാര്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്, അല്ലേ, ഞാൻ ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പോയതാണ്, അല്ലേ. എക്സ്പ്ലോർ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഒരു റിസർച്ചിൻ്റെ ബിഗിനിങ്ങിൽ നടത്തുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ റിസർച്ച് നടക്കുവാണ്. അതായത് ഇന്ന ഒരു സ്ഥലത്ത് സ്വർണ്ണഖനിയുണ്ട്, അപ്പോൾ ഇത്ര ആഴത്തിൽ സ്വർണ്ണഖനിയുണ്ട് എന്ന് ഒരാൾ അവകാശപ്പെടുവാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ പോയിട്ട് അത് കുഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ. അപ്പോൾ അത്രയും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരണം, അത് എക്സ്പെൻസീവാണ്. അപ്പോൾ ചില സമയത്ത് റിസർച്ച് അതിനവിടെ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് ഈ റിസർച്ചിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എന്നിട്ട് നമ്മളതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ ആ റിസർച്ചിന് വല്ല സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഒരു റിസർച്ച് നടത്തും. ആ റിസർച്ചിനെയാണ് എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത്. അതായത് ഈ റിസർച്ച് ഇവിടെ നടത്തേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, അതായത് ഇതിന് വല്ല റിസൾട്ടും കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ നടത്തുന്നൊരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, undertaken to explore an area where little is known or to investigate the possibilities of undertaking a particular research study, അല്ലേ. ഒരു കാര്യത്തിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലാത്തൊരു മേഖലയെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലോറേറ്ററി എന്ന് പറയും. ഇനി ഒരു മേഖലയെ പറ്റി അതിന് കൂടുതൽ പഠന സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സെയിം ടു ഫീസിബിലിറ്റി സ്റ്റഡി ഓർ പൈലറ്റ് സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി, പൈലറ്റ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഈ സെയിം സാധനം തന്നെയാണ്. അതായത് അത് ഫീസിബിൾ ആണോ, അതായത് ഈ ഒരു പഠനം നടത്തുന്നത് നമുക്ക് ഗുണകരമായിരിക്കുമോ, അതായത് ഈ ഒരു പഠനം നടത്താനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടോ. അപ്പം നമ്മൾ കിണർ കുഴിക്കുന്നതിന് മുന്നേ വെള്ളം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടെസ്റ്റൊക്കെ ടെസ്റ്റ് നടത്താറില്ലേ, ഹൈഡ്രോളജിക്കൽ ടെസ്റ്റൊക്കെ നടത്താറില്ലേ. അതെന്തിനാണ്? കിണർ കുഴിക്കാൻ അത്രയും എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വെള്ളം കാണോ ഇല്ലയോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ചൂടെ. അപ്പോൾ വേണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പർപ്പസ് ഈസ് ടു ഡെവലപ്പ് ഹൈപ്പോത്തിസിസ് റാദർ ദാൻ ടെസ്റ്റിംഗ് ഇറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ഒന്നും ചെയ്യണില്ല. നമ്മളൊരു ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുവാണ്, ഡെവലപ്പ് ചെയ്യുവാണ്. അതിന് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇനി ഈ റിസർച്ചിനെ പിന്തുടർന്ന് വേറെ റിസർച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്ന എന്തിനാണ്, ഇനിയൊരു റിസർച്ചിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് പ്രോബ്ലംസ് ക്ലാരിഫൈ ചെയ്യാനും ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി കുറച്ചും കൂടെ ടൈപ്സ് ഓഫ് റിസർച്ച് പറയാനുണ്ട്. ഐ തിങ്ക് വി ആർ ഓൾറെഡി 27 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐ എം മേക്കിംഗ് ഇറ്റ് ഷോർട്ട് സോ ദാറ്റ് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴുള്ള ആ ഒരു മടുപ്പ് ഒഴിവാക്കാനാണ് ഞാൻ ഓരോ വീഡിയോയും ഒരു 30 മിനിറ്റ്സിൽ താഴെയാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇടയിലൊക്കെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദർ ഇസ് നോ കണ്ടിന്യൂഷൻ ഇഷ്യൂ ഓഫ് ആർ. ഓക്കെ, so we'll meet in the next class. Thank you.